നമസ്കാരം. കേരളത്തിൽ വീണ്ടും അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവുകയാണ്. അതിവേഗ റെയിൽപാത എന്ന ആശയത്തിന്റെ ചർച്ചകൾക്ക് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ടെങ്കിലും 2019 കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികളുടെ നിർമ്മാണം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുന്നത്. 6 പദ്ധതികളാണ് 2019 ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചത്. ഇതിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 പ്രഖ്യാപിച്ചതും പിന്നീട് ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ 10ഓളം പദ്ധതികൾ രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 4000ഓളം കിലോമീറ്ററാണ് വിവിധ പദ്ധതികളിലായി അതിവേഗ റെയിൽ പദ്ധതിയുടെ ഭാഗമാവുക. കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി എന്ന പേരിൽ അതിവേഗ റെയിൽപാത വിഭാവനം ചെയ്തുവെങ്കിലും പദ്ധതിക്ക് ഇതുവരെയും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ട്രെയിൻ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ ഗതാഗത മേഖലയിലെ സർക്കാരിനുണ്ടാകുന്ന ചെലവ് ഗണ്യമായി കുറയ്ക്കാനാകും എന്നാണ് ഉയർന്നുവരുന്ന പ്രധാന വാദം. എന്നാൽ യാത്രക്കാരെ വഹിക്കുവാനുള്ള റെയിൽവേയുടെ ശേഷി ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കണം എന്നതാണ് ഇതിലെ പ്രധാന വെല്ലുവിളിയും. ഈ സാഹചര്യം മറികടക്കാൻ 15 വർഷത്തിനുള്ളിൽ 25,000 കിലോമീറ്റർ വേഗതാപാത രാജ്യത്ത് തയ്യാറാക്കേണ്ടി വരും. ഒരു അതിവേഗ റെയിൽപാത 9 വരി വീതമുള്ള ഹൈവേക്ക് തുല്യമാണ് എന്നാണ് ഇ ശ്രീധരൻ ചൂണ്ടിക്കാട്ടുന്നത്. യാത്രക്കാർ കൂടുതലായി വേഗപാതകളിലേക്ക് മാറുകയും ഇപ്പോഴത്തെ റെയിൽപാതയുടെ ചരക്ക് നീക്കം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ 3 നഗരങ്ങളെ ബന്ധിപ്പിക്കുവാൻ അതിവേഗ റെയിൽപാത ഇടനാഴി പദ്ധതി അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്രം. ഇതോടെ 3 നഗരങ്ങളിലേക്കും യാത്ര ചെയ്യുവാനുള്ള സമയം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഹൈദരാബാദിൽ നിന്നും ബംഗളൂരുവിലേക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാനാകും വിധത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. ശേഷം ബംഗളൂരുവിൽ നിന്നും 20 മിനിറ്റ് കൊണ്ട് ചെന്നൈയിലും എത്താം. ഇതോടെ 3 നഗരങ്ങളിലും യാത്ര ചെയ്യാനെടുക്കുന്ന സമയം 10 മണിക്കൂർ വരെ കുറയ്ക്കാനാകും. 320 കിലോമീറ്റർ വേഗതയിലായിരിക്കും അതിവേഗ റെയിൽ ഇടനാഴി ട്രെയിൻ സഞ്ചരിക്കുക. പുതിയ പദ്ധതി നടപ്പിലാകുന്നതോടെ 3 നഗരങ്ങളിൽ സഞ്ചരിക്കുന്നതിന് വിമാനയാത്രയേക്കാൾ കൂടുതൽ സൗകര്യം ഒരുങ്ങും. സാധാരണ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ 1 മണിക്കൂർ 15 മിനിറ്റാണ് ആവശ്യം. അതുപോലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 1 മണിക്കൂർ 20 മിനിറ്റാണ്. എന്നാൽ ബോർഡിങ്ങും മറ്റ് സുരക്ഷാ പരിശോധനകളും ഉൾപ്പെടെ കഴിയുമ്പോൾ അത് 3 മണിക്കൂർ കൂടുന്ന അവസ്ഥയാണ് ഉള്ളത്. പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിമാനത്തേക്കാൾ വേഗത്തിൽ ട്രെയിനിന് യാത്ര ചെയ്യാനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത്. ഹൈദരാബാദ് ചെന്നൈ അതിവേഗ ഇടനാഴിക്ക് 705 കിലോമീറ്റർ നീളവും ഹൈദരാബാദ് ബംഗളൂരു ഇടനാഴിക്ക് 626 കിലോമീറ്റർ നീളവുമാണ് പദ്ധതിയിൽ കണക്കാക്കിയിട്ടുള്ളത്. നിലവിൽ സർക്കാർ കൺസൾട്ടൻസി സ്ഥാപനമായ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡ് അവസാനഘട്ട സർവേ നടത്തുന്നതിനായുള്ള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. പദ്ധതിക്കായി 33 കോടി രൂപ ചെലവാകുമെന്നാണ് കരുതുന്നത്. ഈ ഇടനാഴികളിൽ കൂടി അതിവേഗ ട്രെയിനുകൾ മാത്രമായിരിക്കും സർവീസ് നടത്തുക. മുംബൈ അഹമ്മദാബാദ് അതിവേഗ ഇടനാഴിയിലൂടെ മാതൃകയായിരിക്കും പുതിയ ഇടനാഴിയുടെ രൂപകൽപ്പന ചെയ്യുക. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.